നമസ്കാരം. സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ കടാക്ഷം, മഹാവിഷ്ണു ഭഗവാന്റെ കടാക്ഷം ജീവിതത്തിൽ വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഏവരും. ഭഗവാനുമായി ബന്ധപ്പെട്ട് വിശേഷപ്പെട്ട ദിവസങ്ങൾ വരുന്നതാകുന്നു. അത്തരത്തിൽ വിശേഷപ്പെട്ട ദിവസമാണ് ഏകാദശി, ഭഗവാനെ ആരാധിക്കുവാൻ മാറ്റിവച്ചിരിക്കുന്ന ദിവസം. അതിനാൽ തന്നെ ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ മുൻപ് പരാമർശിച്ചതുപോലെ ഏവരുടെയും ജീവിതത്തിലേക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉയർച്ച വന്നു ചേരും. എന്നാൽ നാം മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ ഇന്നേ ദിവസം ചില ശുഭകരമായ ലക്ഷണങ്ങൾ ആ വീടുകളിൽ പ്രകടമാകും. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്ന ആ ശുഭകരമായ ലക്ഷണങ്ങൾ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നു ചേരുന്ന ഈ സൗഭാഗ്യം നിങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ടതാകുന്നു. ഇന്നേ ദിവസം ഏകാദശിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശേഷാൽ ഏകാദശി പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇന്നേ ദിവസം പ്രത്യേകിച്ചും ചില പക്ഷികളുടെ, ചില മൃഗങ്ങളുടെ ശബ്ദം കേൾക്കുന്നതും അതേപോലെ തന്നെ അവയെ കാണുന്നതും ശുഭകരം തന്നെയാണ്. അതിൽ പ്രധാനമായും പറയുവാൻ സാധിക്കുന്നത് ചെറുകിളികളാകുന്നു. ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിലേക്ക് വരുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ പ്രാധാന്യം അറിയിക്കുന്ന മറ്റൊരു പക്ഷി ഉപ്പനാണ്. ഉപ്പൻ ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിൽ വരുന്നത് സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ആ വീടുകളിൽ വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. എന്നാൽ ഉപ്പനെ കാണാതെ ഉപ്പന്റെ ശബ്ദം കേൾക്കുന്നത് പോലും, പ്രത്യേകിച്ചും വിളക്ക് തെളിയിക്കുന്ന അവസരത്തിൽ ശബ്ദം കേൾക്കുന്നത് പോലും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കുക. അതേപോലെ തന്നെ ഇന്നേ ദിവസം അപ്രതീക്ഷിതമായി നിങ്ങളുടെ വീടുകളിലേക്ക് പശു വരികയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ്. ഭഗവാന്റെ സാന്നിധ്യത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ കാണുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. അതേപോലെ തന്നെ ഇന്നേ ദിവസം ശുഭവാർത്തകൾ കേൾക്കുകയാണ് എങ്കിൽ അത് വിശേഷമായ ഒരു കാര്യം തന്നെയാകുന്നു. പ്രത്യേകിച്ചും വിളക്ക് തെളിയിക്കുന്ന അവസരത്തിലോ അല്ലെങ്കിൽ ഭഗവാനെ ഭജിക്കുന്ന അവസരത്തിലോ മന്ത്രങ്ങൾ ജപിക്കുന്ന അവസരത്തിലോ അഥവാ ഭഗവാന്റെ ക്ഷേത്രനടയിൽ വച്ചോ ഇത്തരത്തിൽ ശുഭവാർത്തകൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശുഭകരമായ കാര്യങ്ങൾ വന്നു ഭവിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ്. ഭഗവാന്റെ കടാക്ഷം നിങ്ങളിലുണ്ട്. അതിനാൽ തന്നെ ജീവിതത്തിലേക്ക് ശുഭകരമായ കാര്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ശുഭകരമായ ലക്ഷണമാണ് ഇത്. കൂടാതെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും ആരെങ്കിലും സഹായം അഭ്യർത്ഥിച്ച് നിങ്ങളുടെ പക്കലേക്ക് വരികയാണ് എങ്കിൽ ശുഭകരമാണ് ആ ലക്ഷണം. നിങ്ങൾ തീർച്ചയായും അവരെ സഹായിക്കേണ്ടതാകുന്നു. തന്നാൽ കഴിയുന്ന സഹായം അവർക്ക് ചെയ്യുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് തന്നെ ഉയർച്ച വന്നു ചേരും എന്ന കാര്യവും തീർച്ചപ്പെടുത്തുവാൻ സാധിക്കും. മറ്റൊരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് ഇന്നേ ദിവസം പ്രത്യേകിച്ചും ഭഗവാന്റെ ചിത്രം, ഭഗവാന്റെ വിഗ്രഹങ്ങൾ നിങ്ങളെ നോക്കി ചിരിക്കുന്നതായി അനുഭവപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക. അത് വീടുകളിൽ തന്നെ ആകണം എന്നില്ല. നിങ്ങൾ പുറത്ത് യാത്ര ചെയ്യുന്ന അവസരത്തിലും ഇപ്രകാരം സംഭവിക്കുന്നുണ്ട് അഥവാ അങ്ങനെ സംഭവിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം. ഭഗവാൻ നിങ്ങളുടെ പ്രവൃത്തികളിൽ സംപ്രീതനാണ് എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. കൂടാതെ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ ജീവിതത്തിൽ നേട്ടങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. കൂടാതെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും ക്ഷേത്ര ദർശനം നടത്തുന്ന അവസരത്തിൽ നിങ്ങൾക്ക് ശുഭകരമായ ചില കാര്യങ്ങൾ സംഭവിക്കാം. ഭഗവാനെ കാണുമ്പോൾ തന്നെ അറിയാതെ കണ്ണുകൾ നിറഞ്ഞൊഴുകും. പ്രതിഷ്ഠ നോക്കുമ്പോൾ തന്നെ ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് വിശേഷമായ ലക്ഷണം തന്നെയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം പ്രസാദം അപ്രതീക്ഷിതമായി ലഭിക്കുന്നതും മധുരം ലഭിക്കുന്നതും ഏറ്റവും ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും ഭഗവാന്റെ പ്രസാദത്തിൽ നിന്നും മഞ്ഞ പുഷ്പമോ അല്ലെങ്കിൽ ശംഖുപുഷ്പമോ പ്രത്യേകിച്ചും തുളസിയോ ലഭിക്കുന്നത് അതീവ ശുഭകരമാണ്. ഇപ്രകാരം ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഭഗവാന്റെ കടാക്ഷമാണ് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു.
അതിനാൽ തന്നെ ഭഗവാനെ മുടങ്ങാതെ നിത്യവും ആരാധിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരും എന്ന് തന്നെ പറയാം. ഇന്നേ ദിവസം പ്രത്യേകിച്ചും നിങ്ങളുടെ വീടുകളിൽ പൂക്കൾ വിടരുന്നത്, ധാരാളമായി വിടരുന്നതും അവയുടെ ഗന്ധം പരക്കുന്നതും ഏറ്റവും ശുഭകരമായ ലക്ഷണമാകുന്നു. പ്രത്യേകിച്ചും മഞ്ഞ നിറത്തിലുള്ള പുഷ്പം ഇന്നേ ദിവസം വിടരുകയാണ് എങ്കിൽ, അതും ധാരാളമായി വിടരുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി പരാമർശിക്കുന്നതാകുന്നു. അതേപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുന്ന അവസരത്തിൽ കളഭത്തിന്റെ ഗന്ധം വീടുകളിൽ പരക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ ഒരു സൂചനയാകുന്നു. ഭഗവാന്റെ സാന്നിധ്യമുണ്ട്, ഭഗവാന്റെ കടാക്ഷം നിങ്ങളിലുണ്ട് എന്ന വ്യക്തമായ സൂചന തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. അതേപോലെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏവരും വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നവരാകുന്നു. എന്നാൽ ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുന്ന അവസരത്തിൽ ധാരാളമായി തന്നെ കൂടുതൽ സ്വർണപ്രഭയോടെ തെളിയുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ട ഒരു ലക്ഷണമാണ് എന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുമ്പോൾ വിളക്ക് കൂടുതൽ നേരം തെളിയുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. അതേപോലെ തന്നെ നിങ്ങൾ ഇന്നേ ദിവസം ഭഗവാന് പുഷ്പങ്ങൾ സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാകുന്നു. എന്നാൽ ഇന്നേ ദിവസം ഭഗവാന് സമർപ്പിക്കുന്ന പുഷ്പങ്ങൾ ദീർഘനേരം വാടാതെ ഇരിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ്. ഭഗവാന്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഏറ്റവും വിശേഷപ്പെട്ട ലക്ഷണം തന്നെയാകുന്നു. ഇന്നേ ദിവസം വീടുകളിലേക്ക് ആരെങ്കിലും വരികയും അവർ നിങ്ങൾക്ക് മധുരം നൽകുകയും ചെയ്യുന്നത് ശുഭകരമാകുന്നു. ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്നതും അതേപോലെ തന്നെ പ്രതീക്ഷിക്കാതെ തന്നെ സുഹൃത്തുക്കളിൽ നിന്നോ മറ്റു വ്യക്തികളിൽ നിന്നോ മറ്റവസരങ്ങളിൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം മധുരം ലഭിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാകുന്നു. പ്രത്യേകിച്ചും ഇന്നേ ദിവസം നിങ്ങൾക്ക് പാൽപായസം ലഭിക്കുകയാണ് എങ്കിൽ അത് അതീവ ശുഭകരമായ ലക്ഷണമാകുന്നു. ഭഗവാന്റെ കടാക്ഷത്താലാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. പ്രധാനമായും ഇത്രയും ലക്ഷണങ്ങളാണ് പരാമർശിക്കുവാൻ സാധിക്കുക. ഈ ലക്ഷണങ്ങൾ എല്ലാം കാണുക അസാധ്യമായ കാര്യമാകുന്നു. എന്നാൽ ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണം ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാവുകയാണ് എങ്കിൽ അർത്ഥമാക്കേണ്ടത് ഭഗവാന്റെ കൃപാകടാക്ഷം നിങ്ങളിലുണ്ട് എന്നും സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തേടിയെത്തും, ഉയർച്ച അകലെയല്ല എന്ന കാര്യവുമാകുന്നു. തീർച്ചയായും നിങ്ങൾ നേട്ടങ്ങൾ സ്വന്തമാക്കുക തന്നെ ചെയ്യും.